ബിഗ് ബോസ് ഹൗസിലെ പരദൂഷണക്കാരെയും കല്യാണ മുടക്കികളെയും ഒക്കെ പറ്റി പറഞ്ഞെത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ. ഈ സീസണിൽ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത വ്യക്തി ജിൻഡോയാണെന്ന് അഭിഷേക് പറയുന്നു. പുള്ളി നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷോയ്ക്കകത്ത് വെച്ചും ലാലേട്ടന്റെ മുന്നിൽ വെച്ചും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ല കഠിനാധ്വാനിയാണ്. അതിന്റെ റിസൾട്ടാണ് പുള്ളിയുടെ ബിഗ് ബോസ് കിരീട വിജയം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ഓൺലൈൻ ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അഭിഷേകിന്റെ പ്രതികരണം. എന്ത് നീക്കമാണെങ്കിലും ജിൻഡോ ഒരുപാട് ചിന്തിക്കും. എന്നിട്ടാണ് അവർക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുക. എവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആലോചിക്കും. പിന്നെ എനിക്കും ഡാൻസ് അറിയത്തില്ല, പുള്ളിക്കും ഡാൻസ് അറിയത്തില്ല. എന്നാലും പുള്ളിക്കാരൻ അവസരം ചോദിച്ചു വാങ്ങി മുന്നിൽ വന്ന് നിന്ന് ഡാൻസ് കളിക്കും. സ്കിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങി തന്നെ മെയിൻ റോൾ എടുക്കും. ഞാനൊക്കെയാണെങ്കിൽ അതിന് നിൽക്കില്ല. അതൊക്കെ പുള്ളിയുടെ കഠിനാധ്വാനമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ജാസ്മിൻ്റെയൊക്കെ കുറെ പരദൂഷണം കണ്ടത്. അതിനകത്ത് വെച്ച് അത് അറിഞ്ഞിരുന്നില്ല. അവിടെ വെച്ച് എല്ലാവരുമായും സംസാരിക്കുമല്ലോ. ടിക്കറ്റ് ഫിനാലെ അവന് കിട്ടരുതെന്ന രീതിയിലൊക്കെ പലരും സംസാരിക്കുന്നത് കണ്ടു. എന്റെ കാര്യത്തിൽ അതൊരു പരദൂഷണമാണ്. പിന്നെ മൊത്തത്തിലാണെങ്കിൽ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പറയും. വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ സംസാരിക്കാൻ. ജിൻഡോ ചേട്ടന്റെ ഗോസിപ്പും പരദൂഷണവും ഒക്കെ രസകരമായിരുന്നു. ബാത്റൂമിന്റെ ഡസ്റ്റ്ബിന്നിൽ നിന്നും ലെറ്റർ കിട്ടിയെന്നത് ഒരു കാര്യം. ഏറ്റവും വലിയ കോമഡി മറ്റൊന്നാണ്. അവിടെ സെറ്റിന്റെ ഒരു പെയിന്റ് ഭാഗം ഇളകിപ്പോയിരുന്നു. അത് നോറ പോയി ഇടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോ ചേട്ടൻ പറയുന്നത് ആ പെയിന്റിന്റെ പീസ് എന്റെ ചായയിൽ കൊണ്ടിട്ടു. എനിക്ക് 3 ദിവസമായി വയറിളക്കമായിരുന്നു എന്നാണ്. ഇത് കേട്ട് ഞാനും സായുമൊക്കെ ചിരിച്ചു വീണു. ഇത്തരം കഥകൾ അടിച്ചിറക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ജിൻഡോയാണ്. ഒരു തരത്തിൽ തമാശയാണ് ഇതെല്ലാം. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഈഗോയുണ്ട്. നമ്മളെക്കാൾ ഒരു പടി മുകളിൽ മറ്റുള്ളവർ വരാൻ ആരും സമ്മതിക്കില്ല. എന്റെ കാര്യത്തിൽ ഏറ്റവും കെയറിംഗായി തോന്നിയിട്ടുള്ളത് പൂജയാണ്. വന്ന സമയത്ത് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ പുള്ളിക്കാരിയാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ പോയതോടെ കുറെ പേരുടെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടു. എന്നാൽ എന്റെ കാര്യത്തിൽ അത് എളുപ്പമാവുകയാണ് ചെയ്തത്. കുറെ ആലോചനകൾ ഇങ്ങോട്ട് വരുന്നു. ഇൻസ്റ്റയിലും മറ്റുമൊക്കെ കുറെ ലവ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാം ഇരുന്ന് വായിക്കും. പരമാവധി ആളുകൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു. ഞാൻ കൊണ്ടുവന്ന ബൊക്കയും എന്റെ ടീഷർട്ടുമൊക്കെ ആളുകൾ കൊണ്ടുപോയി. സുഹൃത്തുക്കൾ വഴിയും ആലോചനകൾ വരുന്നുണ്ടെന്നും അഭിഷേക് പറയുന്നു. അവിടെ പലരും അഭിനയിച്ചു നിൽക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. റിയൽ ആയിട്ടായിരുന്നില്ല അധികം ആളുകളും നിന്നത്. നോറയുടെ കാര്യം തന്നെ എടുക്കാം. അവൾ ഇച്ചിരി സഹതാപമൊക്കെ പിടിച്ച് അഭിനയിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സിബിൻ ഭയങ്കര മാനിപ്പുലേഷനായിരുന്നു. അതൊരു കിടിലൻ ഗെയിമായിരുന്നു. ജിൻഡോ ചേട്ടന്റെ മാനിപ്പുലേഷനും ഇതുപോലെയാണ്. കള്ളക്കഥകൾ അടിച്ചു വിടുകയാണെങ്കിലും നമ്മൾ വിശ്വസിച്ചു പോകുമെന്നും അഭിഷേക് പറയുന്നു.